ഹായ്. HSST ഓരോ സബ്ജക്റ്റിൻ്റെയും സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് മെസ്സേജ് വന്നാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രൊഫൈലിൽ വരുന്ന ഒരു മെസ്സേജ്, ഏകദേശം ഒരു പാരഗ്രാഫ് ഉണ്ടാവും. അത് ക്ഷമയോടെ ഇരുന്ന് കംപ്ലീറ്റ് വായിച്ച് നോക്കുക. ആദ്യത്തെ ലൈനും അവസാനത്തെ ലൈനും മാത്രം വായിക്കാതെ അത് കംപ്ലീറ്റ് ആയി ഒന്ന് വായിക്കുക. അതിൽ കൃത്യമായിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് അത് റെഡിയാക്കി വയ്ക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ നമുക്കൊരു ഡെഡ് ലൈൻ തന്നിട്ടുണ്ട്, ഒരു നിശ്ചിത പരിധി, മിക്കവാറും 10 to 15 days ആണ് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ കിട്ടുന്ന ടൈം. അതിനുള്ളിൽ തന്നെ ഈ രേഖകൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് വളരെ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് വായിക്കാൻ കഴിയുന്നതായിരിക്കണം. ക്ലാരിറ്റി കുറവാണെങ്കിൽ നമ്മൾ വെരിഫിക്കേഷൻ അവിടെ ചെല്ലുമ്പോൾ PSC ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ വീണ്ടും റീ അപ്ലോഡ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ നമ്മൾ താഴെയുള്ള കഫേയിലൊക്കെ പോയിട്ട് റീ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ ആണോ എന്ന് നമ്മൾ തന്നെ ഉറപ്പ് വരുത്തണം. പിന്നെ നമുക്ക് കൃത്യമായിട്ടൊരു ഫോർമാറ്റ് ഉണ്ടാകും, PDF ആണ് JPG ആണ്, അത് ഉറപ്പ് വരുത്തി നിങ്ങളുടെ ഫയൽ ആ ഫോർമാറ്റിലേക്ക് മാറ്റുക. അതുപോലെ ഫയലിൻ്റെ സൈസ് ഇപ്പോൾ 3 MB 4 MB അങ്ങനെ വലിയ സൈസിലൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം സൈസ് ആ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സൈസിലേക്ക് എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്ത് ആ ഒരു സൈസിലേക്ക് നിങ്ങളുടെ ഫയൽ മാറ്റണം. അങ്ങനെ സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും ക്ലാരിറ്റി കുറയാറുണ്ട്. ക്ലാരിറ്റി കുറയാണ്ട് തന്നെ അത് ചെയ്യാനായിട്ട്, സൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. അതിനുള്ള കുറേ ഓൺലൈനായിട്ട് തന്നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ആപ്പുകളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്കത് സ്വയം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കഫേയിലോ അക്ഷയയിലോ പോയിട്ട് ചെയ്യാം. പക്ഷേ എവിടെ പോയി ചെയ്താലും നമ്മൾ പ്രിവ്യൂ നോക്കുന്നത് നല്ലതായിരിക്കും. ഓരോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രിവ്യൂ നോക്കി അത് ക്ലിയർ ആണോ എന്ന് കൃത്യമായിട്ട് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മളുടെ കയ്യിൽ കോപ്പീസൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ കോപ്പീസ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് എപ്പോഴും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് തന്നെ അപ്ലോഡ് ചെയ്യണം. പിന്നെ അതുപോലെ സർട്ടിഫിക്കറ്റിലെ പേര്, ജന്മതീയതി, രജിസ്റ്റർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നമ്മുടെ പ്രൊഫൈലിൽ കൊടുത്ത വിവരങ്ങളായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ ആ പ്രൊഫൈലിൽ ആഡ് ചെയ്ത വിവരങ്ങൾ വെരിഫിക്കേഷന് PSC ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ മാതാപിതാക്കളുടെ പേരിൽ ഇനീഷ്യൽ എഴുതാതിരിക്കുകയോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മറ്റേ സ്പെല്ലിംഗ് എററൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് തന്നെ ചെല്ലണം. കാരണം നമ്മൾ പലപ്പോഴും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതും ഈ പറഞ്ഞ പോലെ കഫേയിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ പോകുന്നതിൻ്റെ മുന്നേ തന്നെ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ പ്രൊഫൈലിലുണ്ട്. അത് എഡിറ്റ് ചെയ്ത് കൃത്യമായി നമ്മുടെ SSLC ബുക്കിലേക്ക് പോലെ തന്നെ കറക്റ്റായിട്ട് അവിടെ എന്ത് ചെയ്യണം, പ്രൊഫൈൽ ഡീറ്റെയിൽസിൽ അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണം. എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യണം. പിന്നെ അടുത്തത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത ശേഷം പ്രിവ്യൂ നോക്കിയിട്ട് ശരിയായ ഫയലാണോ എന്ന് ഉറപ്പാക്കുക. അതായത് നമ്മൾ സ്പീഡിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ +2ൻ്റെ ഭാഗത്ത് +2 സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട അടുത്ത് SSLCയോ അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചിങ് എക്സാംസൊക്കെ ആണെങ്കിൽ B.Edൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ MSc സർട്ടിഫിക്കറ്റൊക്കെ അറിയാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. അത് കൃത്യമായിട്ട് നമ്മൾ കഫേയിൽ നിന്നോ അക്ഷയിൽ നിന്നോ ആണെങ്കിൽ പോലും നമ്മളത് പ്രിവ്യൂ നോക്കിയിട്ട് ശരിയായ ഫയലാണെന്ന് ഉറപ്പ് വരുത്തണം. അതിൻ്റോടൊപ്പം തന്നെ ക്ലാരിറ്റി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ക്ലാരിറ്റി അത്രയും തീരെ കുറയാൻ പാടില്ല. വായിക്കാൻ പറ്റുന്നൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, അത് ഉറപ്പ് വരുത്തണം. പിന്നെ അതുപോലെ അപ്ലോഡ് വിജയിച്ചോ, നമ്മൾ അപ്ലോഡ് ചെയ്ത് ശരിയാവുന്ന ഒരു കൺഫർമേഷൻ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും, അതൊന്ന് പരിശോധിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ ഒരു 10 to 15 days തന്നിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ഡേറ്റോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപുള്ള ഡേറ്റിലേക്കൊന്നും കാത്തിരിക്കാതെ ഒരു 3 to 4 days എങ്കിലും, മാക്സിമം ഒരു 6 daysലൊക്കെ തന്നെ ഈ ഒരു പരിപാടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് സൈറ്റ് ജാം ആവലോ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരാം. സോ അവസാന നിമിഷം വരെ കാത്തിരിക്കാതിരിക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതിന് പുറമെ ഈ ഒരു മെസ്സേജ് വന്ന എല്ലാവരും ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാവുമോ എന്നുള്ളത് കുറേ പേരുടെ ഡൗട്ടാണ്. 95% ഉണ്ടാകും. നമുക്ക് ലിസ്റ്റിലുണ്ടെന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടിത് ഒരു പരിധി വരെ എടുക്കാം. പക്ഷേ ചില കേസുകളിൽ
അത് നമുക്ക് ഉറപ്പ് പറയാനും പറ്റില്ല. കാരണം ഒരു 500-ൽ താഴെ അപ്ലിക്കൻസ് ഒക്കെ ഉള്ള ഒരു എക്സാം ആണെങ്കിൽ ചിലപ്പോൾ എഴുതി എല്ലാവർക്കും ഈ മെസ്സേജ് അയക്കും. അതിന് ശേഷമായിരിക്കും ഒരു കട്ട് ഓഫ് ഒക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെയും വരാറുണ്ട്. അതുപോലെ ഒരു 50 മാർക്ക് കട്ട് ഓഫ് ഉറപ്പിച്ച് നിശ്ചയിച്ച് കഴിഞ്ഞ ഒരു 49.67 മാർക്കുള്ളവർക്ക് മെസ്സേജ് അയക്കാം. കാരണം നമ്മൾ അതിൽ ടോപ്പ് മാർക്കുള്ള ആരെങ്കിലും ക്വാളിഫൈഡ് അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, ക്വാളിഫൈഡ് അല്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്സ് അവർക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഒഴിവാക്കും. പിന്നെ PSC അംഗീകരിക്കാത്ത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദമൊക്കെ എടുത്തവരൊക്കെ ഒഴിവാക്കും. അങ്ങനെ വരുമ്പോൾ ഉദ്ദേശിച്ചത്ര ആളുകളെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി കട്ട് ഓഫിലും കുറച്ച് മാർക്കുകൾ താഴെയുള്ളവർക്ക് കൂടെ ഈ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റില്ല. എന്നാലൊരു 95% ഇതൊരു സൂചനയാണ്, ഷോർട്ട് ലിസ്റ്റിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു തവണ അപ്ലോഡ് ചെയ്തവർ, ഇപ്പോൾ ഏതെങ്കിലും ഇതിന് മുൻപ് ഏതെങ്കിലും ലിസ്റ്റിൽ വന്ന ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തവരാണെങ്കിൽ ഇങ്ങനെ അടുത്ത ലിസ്റ്റിൽ വരുമ്പോൾ ഈ മെസ്സേജ് വരാതിരിക്കാനുള്ള സാധ്യത കുറവാണ്. അധികം പേർക്കും വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ എന്തെങ്കിലും വാലിഡിറ്റി കഴിയുന്ന സർട്ടിഫിക്കറ്റ്സ്, MCL പോലെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. ബാക്കി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, മെസ്സേജ് സർട്ടിഫിക്കറ്റൊന്നും, ആധാർ, അതൊന്നും റീ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് പലപ്പോഴും അറിയിപ്പുകൾ തരാറുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തതിൽ കുറവുണ്ടെങ്കിൽ അവർ മെസ്സേജ് നമുക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് മെസ്സേജ് അയക്കാറുണ്ട്. സോ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട എങ്ങനെ, അതുപോലെ ഇങ്ങനൊരു മെസ്സേജ് വന്ന ലിസ്റ്റിൽ വരുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അധ്യാപനം PSC നടത്തുന്ന അധ്യാപക പരീക്ഷകളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.